മൊബൈലിന്റെ ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിന്റെ പല കാര്യങ്ങളും ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ഇത് സഹായകമാകും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൊബൈലിന്റെ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ ഒക്കെ പെട്ടെന്ന് കേടുവരുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാണ് മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും തന്നെ ഈ വക കാര്യങ്ങൾ കേടുവരികയേയില്ല. ഏതാണ് ആ ഓപ്ഷൻ, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, എങ്ങനെ എനേബിൾ ചെയ്യാമെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. രണ്ടിലും വ്യത്യസ്തമായ സെറ്റിംഗ്സ് ആണ് ഉള്ളത്. ഒന്ന് റിയൽമി, അതുപോലെ തന്നെ ഒന്ന് സാംസങ്. ഇപ്പോൾ റിയൽമിയുടെ സെറ്റിംഗ്സ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. അതിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ് എന്നാണ് ഇവിടെ സെറ്റിംഗ്സ് കാണുന്നത്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആക്സസിബിലിറ്റി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി മെനു എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷോർട്ട് കട്ട് എന്ന ഈ ഒരു ഭാഗം ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു സെറ്റിംഗ്സിന്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കണിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ചെറുതായിട്ടാണല്ലോ കാണുന്നത്. അത് വലുതാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്താൽ മതി. കണ്ടോ അതൊക്കെ വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റിയൽമിയിൽ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഈ ഒരു ഐക്കൺ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ അസിസ്റ്റന്റ് നമുക്കിപ്പോൾ ഗൂഗിൾ ജെമിനി ഒക്കെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിന് പുറമെ പവർ ബട്ടൺ ഇതിൻ്റെ അകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. പവർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പവർ ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വോളിയം ബട്ടണും നമുക്ക് ഉപയോഗിക്കേണ്ട. ഇവിടെ വോളിയം അപ്പ്, വോളിയം ഡൗൺ ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൂടുന്നതും കുറയുന്നതും ഇവിടെ ശതമാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ പ്രസ് ചെയ്താൽ മതി. പിന്നെ റീസെൻറ്റ് ആപ്പ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഇവിടെ കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൂട്ടാം, കുറക്കാം. ഓക്കെ, പിന്നെ മൊബൈൽ ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ലോക്ക് സ്ക്രീൻ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് സെറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. പിന്നെ സ്ക്രീൻ ഷോട്ട് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനും സാധിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഓക്കെ, ഈ ഐക്കൺ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാനും സാധിക്കും. ഇനി നമുക്ക് സാംസങ് മൊബൈൽ എങ്ങനെയാണെന്ന് നോക്കാം. സാംസങ്ങിൻ്റെ സെറ്റിംഗ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡെക്സ്റ്ററിറ്റി എന്ന ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് മെനു എന്ന ഓപ്ഷനാണ് ലഭിക്കുക. അത് ഓഫിലായിരിക്കും. അതൊന്ന് എനേബിൾ ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ ഈ ഒരു ഐക്കണാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതെവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഓക്കെ, അതെങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് നോക്കാം. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഇവിടെ റീസെൻറ്റ് ടാബ്, അതുപോലെ തന്നെ ഹോം, അതുപോലെ തന്നെ ബാക്ക്, സ്ക്രീൻഷോട്ട് എല്ലാം ഇവിടെ തന്നെയുണ്ട്. നേരത്തെ കാണിച്ച എല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിലും ഇതുപോലെ തന്നെ പല രൂപത്തിലും പല പേരിലുമായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ വോളിയം കൺട്രോൾ ബട്ടൺ, അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് കേടുവരാതെയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും ഷോർട്ട് കട്ടായിട്ട് സ്പീഡായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.